നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. നമ്മുടെ വാഹനം ഹാൻഡ് ബ്രേക്കിൽ പാർക്ക് ചെയ്തിരുന്നുകൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇപ്പോഴും ഒരുപാട് പേരുടെ മനസ്സിലുള്ളൊരു സംശയമാണ്. അതായത് ഹാൻഡ് ബ്രേക്കിലിടണോ, ഗിയറിലിടണോ, ഇതിലേത് രീതിക്കിടണോ, അതോ രണ്ടും ഒന്നിച്ചിടണോ? ഇങ്ങനൊരു സംശയം കഴിഞ്ഞ ദിവസം കൂടെ എൻ്റെ സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഡെന്നി കീലക്കാടനാണ് ചോദിച്ചിരിക്കുന്നത്. ചോദ്യം ഇങ്ങനെയാണ്: ബ്രോ, ഞാൻ പറയുന്ന കാര്യം ഒരു വീഡിയോ ആയി ചെയ്യാമോ? സ്ട്രെയിറ്റ് റോഡിൽ ഹാൻഡ് ബ്രേക്ക് ഇട്ട് വണ്ടി നിർത്തിയാൽ കംപ്ലൈൻറ്റ് ഉണ്ടോ? കാരണം എൻ്റെ ഒരു ഫ്രണ്ട് മെക്കാനിക്ക് പറഞ്ഞു ഹാൻഡ് ബ്രേക്ക് ഒട്ടിപ്പോയാൽ പിന്നെ അത് വിട്ടു പോകില്ല എന്ന്. സോ ഞാനിപ്പോൾ ഗൾഫിലാണ് ഉള്ളത്. എൻ്റെ വണ്ടി ഞാൻ എപ്പോഴും ഹാൻഡ് ബ്രേക്കിലാണ് യൂസ് ചെയ്യുന്നത്. എനി പ്രോബ്ലം ഫോർ ദിസ്? നല്ലൊരു ചോദ്യമാണ്. കാരണം കുറച്ച് പേർക്കെങ്കിലും ഈ ഒരു കാര്യം ഇപ്പോഴും ക്ലിയർ ആകാതെ മനസ്സിൽ കിടക്കുന്നൊരു സംശയമാണ്. അതായത് ഹാൻഡ് ബ്രേക്കിൽ പാർക്ക് ചെയ്യണോ അതോ ഗിയറിൽ പാർക്ക് ചെയ്യണോ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ നോർമൽ ഫ്ലാറ്റ് റോഡിൽ, അല്ലാതെ നിരപ്പായിട്ടുള്ളൊരു വഴിയിൽ വാഹനം പാർക്ക് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ഗിയറിൽ തന്നെ ഇടുന്നതാണ് ഏറ്റവും നല്ലത്. ഗിയറിൽ തന്നെ എൻഗേജ് ചെയ്തിടുക. പിന്നെ വഴിയിലൊക്കെ പാർക്ക് ചെയ്യുകയാണെങ്കിൽ അസിസ്റ്റിന് വേണ്ടിയിട്ട് നമുക്ക് ഹാൻഡ് ബ്രേക്ക് യൂസ് ചെയ്യാം. നമ്മുടെ വീടുകളിൽ പാർക്ക് ചെയ്യാനുള്ള, അതായത് നമ്മൾ വീട്ടിൽ കൊണ്ട് പാർക്ക് ചെയ്യുമ്പോൾ നിരപ്പായിട്ടുള്ള സ്ഥലത്താണ് പാർക്ക് ചെയ്യുന്നതെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഗിയേഴ്സിൽ മാത്രം പാർക്ക് ചെയ്യാൻ ശ്രമിക്കുക. ഒരു കാരണവശാലും ഹാൻഡ് ബ്രേക്കിൽ പാർക്ക് ചെയ്യരുത്. ഹാൻഡ് ബ്രേക്ക് അപ്പം പാർക്കിംഗ് ബ്രേക്ക് അല്ലേ, പിന്നെ എന്തിനാണ് ഈ പാർക്കിംഗ് ബ്രേക്ക് എന്ന് പറയുന്നതെന്നൊക്കെ കുറച്ച് പേരെങ്കിലും ചോദിക്കുമായിരിക്കും. യെസ്, അതൊരു പാർക്കിംഗ് ബ്രേക്ക് തന്നെയാണ്. പക്ഷേ പാർക്കിംഗ് ബ്രേക്കിന് പല ലക്ഷ്യങ്ങളുണ്ട്. പാർക്കിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ വാഹനം കൊണ്ട് പാർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഇടുന്നൊരു ബ്രേക്കാണ്. പക്ഷേ ഈ പാർക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് നാളത്തേക്ക് പാർക്ക് ചെയ്തിടുമ്പോൾ ഒരു അവസ്ഥയല്ല പറയുന്നത്. ജസ്റ്റ് നമ്മളൊരു കടയിലോട്ട് കയറുകയാണ്, അല്ലെങ്കിൽ ഏകദേശം ഒരു 2-3 മണിക്കൂർ ഒരു സ്ഥലത്ത് കൊണ്ട് ഇടുകയാണ്, പോട്ടെ ഒരു 4-5 മണിക്കൂർ ഇട്ടേക്കാണ്. അങ്ങനെ ഇടുകയാണെങ്കിൽ ഹാൻഡ് ബ്രേക്ക് ഇടുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. പക്ഷേ നിങ്ങളൊരു 3-4 അല്ലെങ്കിൽ 5 ദിവസം അല്ലെങ്കിൽ ഒരു മാസം വരെയൊക്കെ വാഹനം വെറുതെ ഇടാൻ പോവുകയാണെങ്കിൽ ഒരു കാരണവശാലും ഹാൻഡ് ബ്രേക്ക് അപ്ലൈ ചെയ്യരുത്. കാരണം ഹാൻഡ് ബ്രേക്ക് അപ്ലൈ ചെയ്തിട്ട് കഴിഞ്ഞാൽ ഒരു കുഴപ്പം എന്താണെന്ന് പറഞ്ഞാൽ, ചെറിയ രീതിക്കെങ്കിലും മോയ്സ്ചർ കണ്ടൻറ്റോ കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടാകുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഈർപ്പത്തിൻ്റെ എന്തെങ്കിലുമൊക്കെ കണ്ടൻറ്റ് ഉണ്ടാകുകയാണെങ്കിൽ ഈ തണുപ്പും ഈ പറഞ്ഞൊരു മെറ്റീരിയലും കൂടെ കൂടി ചേർന്ന് കഴിയുമ്പോഴത്തേക്കും ഇത് നമ്മുടെ ബ്രേക്കിൻ്റെ ഡ്രമ്മിലോട്ട് ഒട്ടിപ്പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. അങ്ങനെ ഒട്ടിയിരിക്കുന്ന സമയത്താണ് നമ്മൾ ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്താലും ഹാൻഡ് ബ്രേക്ക് റിലീസ് ആകാതെ വരുന്നത്. അതിനുശേഷം പുറകിലത്തെ ടയർ കറങ്ങാതെ വരും. ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാകുന്നതാണ്. അത് സ്വാഭാവികമാണ്. പുള്ളി പറഞ്ഞ ഒരു കാര്യം കറക്റ്റാണ്. അതുകൊണ്ട് കഴിവതും നമ്മൾ വാഹനം വീട്ടിലൊക്കെ പാർക്ക് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ കുറച്ച് ദിവസത്തേക്കൊക്കെ പാർക്ക് ചെയ്തിരുന്ന സമയത്ത് ഹാൻഡ് ബ്രേക്ക് യൂസ് ചെയ്യേണ്ട കാര്യമില്ല. അല്ലാത്ത പക്ഷം നമ്മൾ കുറച്ച് നേരത്തേക്കൊക്കെ വണ്ടി എവിടെയെങ്കിലും കൊണ്ട്, നമ്മുടെ വാഹനം എവിടെയെങ്കിലും കൊണ്ടൊക്കെ പാർക്ക് ചെയ്യുന്ന സമയത്ത് ഹാൻഡ് ബ്രേക്ക് ഇടുന്നതുകൊണ്ട് വേറെ ഒരു പ്രശ്നവും വരാനില്ല, പേടിക്കേണ്ട കാര്യമില്ല. പിന്നെ എപ്പോഴും കാർ പാർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞ പോലെ ഗിയേഴ്സിൽ തന്നെ, അതായത് ഫസ്റ്റ് ഗിയർ അല്ലെങ്കിൽ റിവേഴ്സ് ഗിയർ. ഇനി ഓട്ടോമേറ്റഡ് വാഹനമാണെന്നുണ്ടെങ്കിൽ ഡി മോഡ് അല്ലെങ്കിൽ ആർ മോഡ്. ഓട്ടോമാറ്റിക് വാഹനത്തിന് അത്രയും പ്രശ്നം വരുന്നില്ല. കാരണം പി മോഡിൽ അത് ചെയ്യാൻ പറ്റത്തുള്ളൂ. പാർക്കിംഗ് മോഡിൽ ഇട്ടാൽ മാത്രമേ ഉള്ളൂ വാഹനം ഓഫ് ചെയ്ത് കീ ഊരി എടുക്കാൻ സാധിക്കത്തുള്ളൂ. അതൊരു വലിയ അഡ്വാൻറ്റേജ് തന്നെയാണ്. അപ്പം ഞാൻ ഈ പറഞ്ഞൊരു കാര്യം എപ്പോഴും നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. എപ്പം വാഹനം പാർക്ക് ചെയ്താലും ഒരു കാരണവശാലും ഹാൻഡ് ബ്രേക്ക് ഇടാതിരിക്കാൻ ശ്രമിക്കുക. ഇനി കയറ്റത്തിലോ അല്ലെങ്കിൽ ഇറക്കത്തിലാണ് നിങ്ങൾ വാഹനം പാർക്ക് ചെയ്യുന്നത് വെച്ചോളൂ. അങ്ങനെയാണെങ്കിൽ ഹാൻഡ് ബ്രേക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം ഗിയറിലും കൂടെ എൻഗേജ് ചെയ്തിട്ടോണം. വേറൊന്നും കൊണ്ടല്ല, 2 സൈഡിലും സേഫ്റ്റി നമുക്ക് മുഖ്യമാണ്. അതായത് ഫ്രണ്ടിലും ബാക്കിലും 2 ടയേഴ്സും ഒരുപോലെ തന്നെ ലോക്കായിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറഞ്ഞ കാര്യം ചെയ്യണമെന്ന് പറഞ്ഞത്. ഇതിലെന്തെങ്കിലും സംശയ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ആയിട്ട് ഇട്ടേക്കുക.